ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കിഡിലിനായിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും പേളിമാണിയുടെ ഒരു വൈറലായിട്ടുള്ള, അതായത് നമ്മുടെ പ്ലാസ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ഒരു പ്രോൺസ് മാരിനേറ്റ് ചെയ്തിട്ട് എടുക്കലാണ്. അപ്പോൾ ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നാരങ്ങനീര് ഒഴിച്ചാലും മതി, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു 2 ടീസ്പൂണ് വിനാഗിരി ഒഴിച്ചിട്ട് ജസ്റ്റ് ഈ മസാല മിക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള പ്രോൺസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഏകദേശം 1/2 kg പ്രോൺസാണ് എടുത്തിരിക്കുന്നത്. അതായത് ക്ലീൻ ആക്കിയതിന് ശേഷം 1/2 kg ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും പ്ലാസുവിൻ്റെ വീഡിയോ. അതായത് ഇപ്പോഴല്ല, കുറച്ച് മുമ്പത്തെ വീഡിയോ ആണ്. പക്ഷേ അന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അത് വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു വീഡിയോ ആണ് പേളിമാണിയുടെ പ്ലാസ് ചെയ്യുന്ന ചെമ്മീൻ റോസ്റ്റ്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു തമാശ രൂപത്തിൽ ചെയ്യുന്ന റോസ്റ്റ് ടേസ്റ്റിൻ്റെ കാര്യത്തിലും ഒരു കോംപ്രമൈസും ഇല്ല, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ പ്രോൺസ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂറെങ്കിലും വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല നാടൻ സ്റ്റൈലായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പ്രോൺസ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഓവർ കുക്ക് ആവാൻ പാടില്ല. നമ്മൾ പ്രോൺസ് കുക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു റബ്ബർ പരുവത്തിലാവും ഓവർ കുക്ക് ആയിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയതിൻ്റെ ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ തന്നെയാണ് നമ്മൾ മസാലകളൊക്കെ വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഓയിലിൽ നല്ലോണം ചെമ്മീൻ്റെ ഫ്ലേവറും ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഓയിലോട്ട് തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ജസ്റ്റ് ഒന്ന് ഇതുപോലെ വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ സവാളയാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ സവാള നമുക്ക് മസാലയ്ക്ക് അനുസരിച്ച്, അതായത് ഇതിൽ എത്രയാണോ നമുക്ക് ഗ്രേവി ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു അര ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. അപ്പോൾ സവാള നല്ലോണം വഴറ്റി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നാലേ നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ ചെറിയ 2 തക്കാളിയും കൂടെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തക്കാളി ഇട്ടെടുത്തതിൻ്റെ ശേഷം പിന്നെ നമുക്കിനി മസാല പൗഡേഴ്സ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഫിഷ് മസാല കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിഷ് മസാല ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നോർമൽ ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ജീരകമൊക്കെ ആഡ് ചെയ്യുന്നത്, പക്ഷേ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ ജീരകമൊന്നും ആഡ് ചെയ്യുന്നില്ല. നല്ല സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഈ മസാലയും എല്ലാം കൂടെ നല്ലോണം വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഓൾറെഡി ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ, ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ചെമ്മീൻ ഇട്ടെടുത്തതിൻ്റെ ശേഷം പിന്നെ നമ്മളൊരു 5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. മസാലയും ചെമ്മീനും ഒക്കെ നല്ലോണം കമ്പൈൻ ചെയ്ത് വരണം. അപ്പോൾ നല്ലോണം ചെമ്മീനിലൊക്കെ മസാലയൊക്കെ പിടിച്ച് നല്ല റോസ്റ്റായിട്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കിയിട്ട് കൊടുക്കുക. പക്ഷേ ഇതുപോലെ നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് എടുത്താലാണ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക. ചെമ്മീൻ പിന്നെ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും. ചെമ്മീൻ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഏത് മോഡലിൽ ചെയ്ത് കഴിഞ്ഞാലും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്തായാലും പ്ലാസുവിൻ്റെ റെസിപ്പി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി തന്നെ ഫോളോ ചെയ്തിട്ട് എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.